കേരള രാഷ്ട്രീയത്തിലെ ആ നിർണായകമായ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമാകാൻ പോകുകയാണോ? അധികാരത്തിന്റെ ഇടനാഴികളിൽ അടക്കിപ്പിടിച്ച മുറുമുറുപ്പുകൾ, ഘടകകക്ഷികളുടെ നീരസം, തീരുമാനങ്ങൾ നീണ്ടുപോകുന്നുവെന്ന പരാതികൾ മുന്നണിയെ കാർന്നു തിന്നാൻ തുടങ്ങിയ ആ അനിശ്ചിതത്വത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നു. അതെ, തലസ്ഥാന നഗരിയിൽ വ്യാഴാഴ്ച ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലും അണിയറയിൽ തകൃതിയായി നടക്കുന്ന കരുനീക്കങ്ങളും കേരള രാഷ്ട്രീയത്തെ തന്നെ ഉറ്റുനോക്കുകയാണ്. എന്താണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത്? പരാതികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമം വിട്ടുകൊണ്ട് UDF മുന്നണി പുതിയൊരു ചരിത്രത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഭരണത്തിലും മുന്നണി പ്രവർത്തനത്തിലും പൂർണ്ണ ഏകോപനം ഉറപ്പാക്കാൻ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർക്കുന്ന ഈ നേതൃയോഗം മുന്നണിയുടെ ഭാവി മുന്നേറ്റത്തിൽ നിർണായക വഴിത്തിരിവാകും. മുൻപുണ്ടായതുപോലെ യോഗങ്ങൾ നീണ്ടുപോകുന്ന രീതി അവസാനിപ്പിച്ച് നയപരമായ തീരുമാനങ്ങളും ഭരണപരമായ വിഷയങ്ങളും കൃത്യമായി ചർച്ച ചെയ്യാൻ യോഗങ്ങൾ പതിവായി ചേരുന്ന ശക്തമായൊരു സ്ഥിരം സംവിധാനത്തിനാണ് തിരുവനന്തപുരത്ത് തുടക്കമാകുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പദവി വിഭജനമാണ്. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ, വിവിധ കമ്മീഷനുകളിലേക്കുള്ള നിയമനങ്ങൾ, അക്കാദമിക് സമിതികളിലേക്ക് പ്രതിനിധികളെ നിശ്ചയിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഘടകകക്ഷികൾക്കിടയിൽ കൃത്യമായ ധാരണയുണ്ടാക്കുകയാണ് ലക്ഷ്യം. തർക്കങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനും ഉഭയകക്ഷി ചർച്ചകൾ വേഗത്തിലാക്കാനും യോഗത്തിൽ പ്രത്യേക ഉപസമിതിയെ നിയോഗിക്കുമെന്നത് ഏറെ ശ്രദ്ധേയമായ നീക്കമാണ്. മുന്നണിയിലെ വലിയ കക്ഷികൾക്കും ചെറിയ കക്ഷികൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന നിലവിലുള്ള സ്ഥിരം ഫോർമുല അടിസ്ഥാനമാക്കിയാകും ഈ ചർച്ചകളെല്ലാം മുന്നോട്ട് പോകുക. കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടപ്പോൾ ഒഴിവ് വന്ന സ്ഥാനങ്ങളും മുൻ LDF സർക്കാരിന്റെ കാലത്ത് പുതുതായി രൂപവൽക്കരിച്ച സ്ഥാപനങ്ങളിലെ ഉയർന്ന പദവികളും അർഹതപ്പെട്ട ഘടകകക്ഷികൾക്ക് വീതം വെച്ച് നൽകും. ഇതിനായുള്ള വ്യക്തമായ കണക്കെടുപ്പുകൾ മുന്നണി നേതൃത്വം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു എന്നതും മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പദവി വിഭജനത്തിനപ്പുറം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലും വീര്യം കുറഞ്ഞ മദ്യത്തിന് വിൽപ്പന അനുമതി നൽകുന്നതിലും ഉൾപ്പെടെയുള്ള നിർണായക നയപരമായ വിഷയങ്ങളിൽ വ്യക്തമായ ധാരണയുണ്ടാക്കാനും മുന്നണി ശ്രമിക്കുന്നുണ്ട്. ഭരണരംഗത്ത് സർക്കാർ കൈക്കൊള്ളുന്ന ജനക്ഷേമ നടപടികളുടെ പ്രചാരണം താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള വിപുലമായ രാഷ്ട്രീയ പരിപാടികൾക്കും ഈ യോഗം രൂപം നൽകും. ഇതിനൊപ്പം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ KPCCക്ക് പുതിയൊരു അമരക്കാരൻ കൂടി എത്തുന്നതോടെ കോൺഗ്രസ് പാർട്ടിയിലും മുന്നണിയിലും പുത്തനുണർവ് ആഞ്ഞടിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയ KPCC അധ്യക്ഷൻ ചുമതലയേൽക്കുന്നതോടെ പാർട്ടിയിലെ സംഘടനാ പുനഃസംഘടനയ്ക്കും വേഗം കൂടും. വ്യക്തമായ ദിശാബോധത്തോടെ പൂർണ്ണ ഐക്യത്തോടെ മുന്നേറാൻ UDF സജ്ജമാകുമ്പോൾ അത് ഭരണത്തിന് പുതിയൊരു ഊർജ്ജമാണ് പകരുന്നത്. തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്ന UDFന്റെ ഈ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്.